വോട്ടെണ്ണലിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളുടെ യോഗം വിളിച്ച് ബി.ജെ.പി. ഇന്നും നാളെയുമായി നടക്കുന്ന യോഗത്തിൽ മണ്ഡലം ചുമതലക്കാരും സ്ഥാനാർത്ഥികളും ഉൾപ്പെടെ പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം. തിരുവനന്തപുരത്ത് ഇന്ന് നടക്കുന്ന യോഗത്തിൽ എറണാകുളം വരെയുള്ള സ്ഥാനാർത്ഥികളും മണ്ഡലം ചുമതലക്കാരും പങ്കെടുക്കും. തൃശൂരിൽ നാളെയാണ് യോഗം ചേരുക. ഇരു യോഗങ്ങളും കേരളത്തിന്റെ ചുമതലയുള്ള വിനോദ് താവഡെയും ദേശീയ സംഘടനാ സെക്രട്ടറി ബി.എൽ. സന്തോഷും പങ്കെടുക്കും. ശരത്ലാൽ വിവരങ്ങളുമായി ചേരുന്നു തത്സമയം. ശരത്ത്, ഇത് പറഞ്ഞ പോലെ തന്നെ ഇത്തവണ കേരളത്തിൽ ബി.ജെ.പിക്ക് വലിയ വിജയപ്രതീക്ഷയുണ്ട്. കുറഞ്ഞത് ഒരു 5 ഇടങ്ങളിലെങ്കിലും ബി.ജെ.പി. നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നും പെർഫോമൻസ് മാത്രമല്ല 5 ഇടങ്ങളിൽ അവർക്ക് വിജയിച്ച് കയറാൻ കഴിയുമെന്നൊരു അതിയായ വിലയിരുത്തലുണ്ട് ബി.ജെ.പിക്ക്. അതുകൊണ്ട് തന്നെ ഈ യോഗങ്ങൾ എത്ര കണ്ട് നിർണായകമാണ്? ശ്രീലക്ഷ്മി, വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനാതലമായ ഒരു നീക്കം തന്നെയാണ് ബി.ജെ.പി. നടത്തിയിരിക്കുന്നത്. കാരണം ബി.ജെ.പിയുടെ പ്രചരണ ചുമതല വഹിക്കുന്ന ഇലക്ഷൻ മാനേജ്മെൻറ്റ് ചെയ്ത കമ്മിറ്റി അംഗങ്ങളെയും അതേപോലെ തന്നെ തെക്ക് ഭാഗത്തുള്ള മണ്ഡലം പ്രസിഡന്റുമാർ, സ്ഥാനാർത്ഥികൾ, അതേപോലെ ഇൻചാർജ്മാർ ഇവരുടെ യോഗമാണ് മാരാർജി ഭവനിൽ 10 മണിക്ക് വിളിച്ചു ചേർക്കുന്നത്. ഇത് വിളിച്ചു ചേർത്തുന്നത് കേന്ദ്ര നേതൃത്വമാണ് എന്നതാണ് പ്രത്യേകത. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള വിനോദ് താവഡെയാണ് ഇത് യോഗം വിളിച്ചത്. അതുകൂടെ തന്നെ ബി.എൽ. സന്തോഷ് യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. തൃശ്ശൂരിലാണ് നാളെ യോഗം. തൃശ്ശൂരിൽ ഇതേ രീതിയിൽ തന്നെ മണ്ഡലം ഇൻചാർജുമാർ, മണ്ഡലം അധ്യക്ഷന്മാർ, സ്ഥാനാർത്ഥികൾ, ഇലക്ഷൻ മാനേജ്മെൻറ്റുള്ള യോഗം തൃശ്ശൂരിൽ നടക്കും. തൃശ്ശൂർ ബി.ജെ.പി. ഓഫീസിൽ വെച്ചാണ് രാവിലെ 10 മണിക്ക് യോഗം. ഇവിടെ ബി.എൽ. സന്തോഷും അതുപോലെ താവഡെയും പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ചാ വിഷയം. ഒന്ന്, ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് അവലോകനം. അതിലുപരി ബി.ജെ.പിയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന അല്ലെ ഏതെങ്കിലും തരത്തിലുള്ള വിമത പ്രശ്നങ്ങൾ, കുറ്റപ്പെടുത്തുക, ഇതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് പാലക്കാട് ശോഭാ സുരേന്ദ്രന്റെ വിഷയത്തിൽ പരാതികൾ ഉയർന്നിട്ടുണ്ട്. അതേപോലെ വടകരയിലെ വിഷയമുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും പ്രാദേശികമായ വിഷയങ്ങളിലുള്ള പൊട്ടിത്തെറികൾ സംഘടനാ തലത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നേരത്തെ കാലക്കൂട്ടി തന്നെ അക്കാര്യങ്ങൾ പൂർണ്ണ രൂപത്തിൽ ഇല്ലാതാക്കുക, അല്ലെ ആ തരത്തിലേക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അതായത് ബി.ജെ.പി. നേരിട്ട് മണ്ഡലം പ്രസിഡന്റുമാരടുത്തും ഇൻചാർജുമാരടുത്തും കേന്ദ്രത്തും കണക്കെടുക്കുന്നു എന്നാണ് അവരുടെ വിശകലനം എടുക്കുന്നത്. തന്നെ അവരിൽ നിന്ന് എത്ര വോട്ട് എവിടെ ലഭിച്ചു, എന്തൊക്കെയാണ് പാളിച്ചകൾ എന്നത് സംബന്ധിച്ചുള്ള വിശദമായി കണക്കെടുക്കുന്നു എന്നാണ്. ഇത് ആദ്യം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഇതാദ്യമായി നേരത്തെയൊന്നും ബി.ജെ.പിയെ സംബന്ധിച്ചോളം ഇലക്ഷൻ കഴിഞ്ഞ് ഫലം വന്ന ശേഷമാണ് ഫലം വിലയിരുത്തൽ. എന്നാൽ അതിന് മുമ്പേ തന്നെ അത്തരത്തിലുള്ള തലത്തിലേക്ക് ബി.ജെ.പി. പോകുന്നു. സംഘടനാ തലത്തിൽ എന്താണ് പാളിച്ചകൾ പറ്റിയത്, അല്ലെങ്കിൽ ഇലക്ഷൻ മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും വിഷയമുണ്ടായിരുന്നു, അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെടുത്താം, എവിടെയൊക്കെ വീഴ്ചകൾ സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ മണ്ഡലം പ്രസിഡന്റുമാരോടും അതേപോലെ തന്നെ ഇൻചാർജ്മാരോടും കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മാരാർജി ഭവനിൽ 10 മണിക്ക് യോഗം നടക്കുന്നത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രമുഖ നേതാക്കളും ഒക്കെ തന്നെ യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും ഇത് ബി.ജെ.പിയെ സംബന്ധിച്ചോളം ഒരു പോസ്റ്റ്മോർട്ടം തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പേ എന്നതിലുപരി ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം വലിയൊരു പൊട്ടിത്തെറി പാർട്ടിയിൽ ഉണ്ടാകുന്നത് തടയുക എന്ന ലക്ഷ്യം കൂടി ഇതിനുണ്ട്. ശ്രീലക്ഷ്മി.